വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ചോദ്യമുനയിൽ. തിരുവനന്തപുരത്ത് SITക്ക് മുന്നിൽ പത്മകുമാർ ഹാജരായി. ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുകയാണ്. റോഷിബാൽ വിവരങ്ങളുമായി. റോഷിബാൽ, പത്മകുമാറിനെ വിളിപ്പിച്ചു, പത്മകുമാർ വന്നില്ല എന്നുള്ള വാർത്തകളായിരുന്നു കുറേ ദിവസം വരെ. പക്ഷേ ഇപ്പോൾ പത്മകുമാറിനെ വിളിപ്പിച്ചിരിക്കുന്നു, SIT ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങുമോ? അത്തരം സൂചനകളാണല്ലോ നേരത്തെ ലഭിച്ചിരുന്നത്. സ്മൃതി, നിർണായക നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. പോലീസ് ആസ്ഥാനത്താണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. മാത്രവുമല്ല, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസിലെ മറ്റൊരു പ്രതിയായ N വാസു മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് വരെയാണ് കസ്റ്റഡിയിൽ. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതിന്റെ സൂചന കൂടിയായി അതിനെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ഏറ്റവും നിർണായക നീക്കമാണ് പത്മകുമാറിന്റെ കാലത്ത് ഉൾപ്പെടെ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ. അത് ഏറ്റവും പ്രധാനമാകുന്നത് പത്മകുമാർ ദേവസ്വം അധ്യക്ഷന് അപ്പുറത്തേക്ക് CPMന്റെ ജില്ലാ നേതാവ് കൂടിയാണ്. പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് പത്മകുമാർ. നേരത്തെ N വാസു ഇതിൽ പ്രതിയായി. N വാസുവും CPMന്റെ പ്രധാനിയായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഇനി പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ശശിധരൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർ ചേർന്നാണ് ഇപ്പോൾ പത്മകുമാറിനെ പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ റോഷിബാൽ, ഇപ്പോൾ SIT തലവനായ വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ എന്നുള്ളതും നിർണായകമാണ് എന്ന് വേണം കരുതാൻ. എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിലോ കാര്യങ്ങളിലോ ഇടപെടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൂടി പങ്കെടുക്കുന്ന ചോദ്യം ചെയ്യൽ എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ റോഷിബാൽ. സ്മൃതി, അങ്ങനെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് അറസ്റ്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന H വെങ്കടേഷ് എത്തുകയുള്ളൂ. H വെങ്കടേഷ് ഈ നേരത്തെ നമ്മൾ കണ്ടതാണ്. N വാസുവിനെ അറസ്റ്റ് ചെയ്ത് നേരിട്ട് എത്തിക്കുന്നത് ആദ്യം ADGPയുടെ ഓഫീസിലേക്കാണ്. അതിനുശേഷം മാത്രമാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചത്. അത് സമാനമായി തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്തത് ADGPയുടെ നേതൃത്വത്തിൽ അത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SITയുടെ ചോദ്യമുനയിലാണ് ഇപ്പോൾ പത്മകുമാർ CPM പ്രതിനിധിയാണ്. അതോടൊപ്പം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ്. തലപ്പത്തേക്ക് എത്തുന്നു എന്നുള്ളത് N വാസുവിന്റെ കാര്യത്തിൽ കണ്ടതാണ്. N വാസുവിനെയും ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ SIT വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വൈകിട്ട് 4 മണി വരെയാണ് N വാസുവിനെ കസ്റ്റഡിയിൽ കോടതി വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ N വാസുവിനെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമോ? പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ N വാസു കമ്മീഷണറായിരുന്നു. പിന്നീടാണ് N വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന കാലയളവ്, ആ കാലയളവിലാണ് സ്വർണ്ണപ്പാളി അവിടെ നിന്നും കൊണ്ടുപോയത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലിലേക്ക് SIT എത്തിയിരിക്കുന്നു എന്ന് കരുതേണ്ടി വരും. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ നേരത്തെ N വാസുവിൽ നിന്നും എടുത്ത വിവരങ്ങളുണ്ട്. അപ്പോൾ പരസ്പര വിരുദ്ധമായി ഇരുവരും സംസാരിക്കുന്നുണ്ടോ? നേരത്തെ N വാസു നൽകിയ മൊഴിയിൽ നിന്നും വിരുദ്ധമായി പത്മകുമാർ പറയുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ നിർണായകമാണ്. ഇപ്പോൾ SIT തലവൻ H വെങ്കടേഷ് അവിടേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയുന്ന പോലെ മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ H വെങ്കടേഷ് അവിടെ എത്തിയിരുന്നു. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപ്പോൾ പത്മകുമാറിന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനമാണ്. റോഷിബാൽ, ഒരേ കാലയളവിൽ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്ന 2 പേർ. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ ഉള്ള കാലത്ത് ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു N വാസുവിനെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ ഇപ്പോൾ SIT ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ തന്നെ N വാസുവിൽ നിന്ന് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ SIT എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇന്നത്തെ കസ്റ്റഡിയിൽ വാങ്ങൽ യഥാർത്ഥത്തിൽ പത്മകുമാറുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാകും എന്ന് കരുതേണ്ടി വരില്ലേ? തീർച്ചയായും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പത്മകുമാറിനെ ഇന്ന് ചോദ്യം ചെയ്യുമ്പോൾ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് അന്വേഷണ സംഘം N വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഇന്നൊരു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. സ്വാഭാവികമായും മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. ഇപ്പോൾ പത്മകുമാറിനെ തരിച്ചിരുത്തി ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘത്തെ നയിക്കുന്ന H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും N വാസുവിനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള നീക്കം
അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതെന്ന സൂചനകളാണ്. ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്നും ശബരിമല സന്നിധാനത്ത് കൊണ്ടുപോകുന്നതിൽ ആദ്യഘട്ടത്തിൽ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചുമാറ്റിയ സംഭവമാണ് പുറത്തു വന്നതെങ്കിൽ പിന്നീട് ആ കട്ടില പാളി അതിനപ്പുറത്തേക്ക് വാതിൽ പാളിയിലേക്ക് ഈ സ്വർണ്ണക്കൊള്ള എത്തിയതിന്റെ കൃത്യമായ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്നു. പിന്നീട് വന്ന എൻ വാസു ഈ കേസിൽ പ്രതിയായ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ പത്മകുമാർ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും നിർണായകമായ നീക്കം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധം ആകും ഉണ്ടാവുക. കാരണം CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തനംതിട്ടയിലെ നേതാവ് കൂടിയാണ്